ഹായ്, എല്ലാവർക്കും ഇവോസ് ഗാർഡനിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നതേ നമ്മുടെ തോട്ടത്തിൽ ബേറാപ്പിൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാനാണേ. ഇതാണ് ബേറാപ്പിൾ, അല്ലെങ്കിൽ ഇലന്തപ്പഴം, ജുജുബി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. ബേറാപ്പിളിൻ്റെ ജന്മദേശം ചൈനയാണേ, അതുകൊണ്ടായിരിക്കും ജുജുബി എന്നൊക്കെ പേരല്ലേ. എന്തായാലും ഈ ഫ്രൂട്ട് അടിപൊളിയാട്ടോ. ഈ തൈ 2 വർഷം ആയതുള്ളേ. ഇതിൽ കഴിഞ്ഞ വർഷം കുറച്ച് പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം കൊഴിഞ്ഞു പോയി, കായ് പിടിച്ചില്ലായിരുന്നു. ആദ്യത്തെ വർഷം ആയതുകൊണ്ടായിരിക്കും. ഈ 2ാം വർഷം ഇതുപോലെ കൊലക്കുത്തി പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്, കായും പിടിക്കുന്നുണ്ട് കേട്ടോ. അഥവാ പൂവ് കൊഴിയുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കാണുവാണെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് ഇല്ലേ, അത് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. ബേറാപ്പിളിന് നമ്മുടെ ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റാണ്, പക്ഷെ അത്ര മധുരമൊന്നുമില്ല. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അതേപോലെ നമുക്ക് ഡ്രമ്മിലോ നിലത്തോ ഈ പ്ലാന്റ് നടാം കേട്ടോ. പിന്നെ ഇതിൽ എടുത്തു കാണുന്ന ഒരു പ്രശ്നമാണ് ഇലയിൽ ഈ പുഴുവിൻ്റെ ഒക്കെ ശല്യം. അപ്പം നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ആ പ്രശ്നം അങ്ങ് മാറി കിട്ടും കേട്ടോ. ബേറാപ്പിളിൻ്റെ ഈ ഒരു 2 കളറുണ്ട്, ഒരു റെഡുണ്ട്, ഒരു ഗ്രീനുണ്ട്. ഇത് ഗ്രീനാണേ. പിന്നെ ഉള്ളത് ഇതിനൊരു കമ്പൊക്കെ ഉണങ്ങുന്നൊരു പ്രശ്നമുണ്ട്. അപ്പം നമുക്കത് കട്ട് ചെയ്തിട്ട് ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇതൊരു ട്രോപ്പിക്കൽ പഴച്ചെടിയാണേ, അതുകൊണ്ട് ഈ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ നന്നായിട്ട് കായും പൂവെല്ലാം പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ലെങ്കിലും നമുക്ക് മഴക്കാലത്തൊക്കെ നമുക്ക് കിട്ടും, പക്ഷെ 1 2 ഒക്കെ ഒരു കൊലയിൽ കാണുള്ളൂ. പക്ഷേ ഈ ഉഷ്ണമേഖല സമയത്ത് നന്നായിട്ട് നമുക്ക് ഫ്ലവറും കായും പിടിച്ചു കിട്ടും. ആർക്കും വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു ഫ്രൂട്ടാണ്. നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ചെടി നന്നായിട്ട് വളരും, നല്ല ഫ്രൂട്ട് തരികയും ചെയ്യും കേട്ടോ. ചെറിയ തൈയാണെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് ഈ വർഷത്തേക്കുള്ള ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ. എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.